രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നേമം പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ അപേക്ഷ നൽകി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7-ലാണ് അപേക്ഷ നൽകിയത്. അതിജീവിതയ്ക്ക് അനുയോജ്യമായ സമയത്ത് മൊഴി രേഖപ്പെടുത്തും. ഒളിവിൽ കഴിയുന്ന രാഹുലിനെതിരെ ഉടൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിദേശത്തേക്ക് കടന്നേക്കുമെന്ന വിവരത്തെ തുടർന്നാണ് പോലീസിന്റെ നീക്കം. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. സിജോ, എഫ്ഐആറിലെ വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഗുരുതരമായ കുറ്റമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ മൊഴിയും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണോ നൽകുന്നത്? ഇനി അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? നേമം പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ ഇതിനായിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു സമയമൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. അതിജീവിതയുമായി സംസാരിക്കും. അതിനുശേഷം അവർക്ക് കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘവും നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇത് വേഗത്തിൽ പൂർത്തിയാക്കിയിട്ട് വേണം മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ. രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. കാരണം ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 10 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിക്കുന്നതിന് മുമ്പേ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു ആലോചനയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിന് പിന്നാലെ തന്നെ ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റ് തുടർ നടപടികളിലേക്ക് സംഘം കടക്കുക. ഈ മൊഴി കൊടുത്തപ്പോൾ തന്നെ ഈ വൈദ്യ പരിശോധനയുടെ റിപ്പോർട്ട്, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ രാഹുൽ ഈ യുവതിയുമായിട്ടുള്ള സംസാരിച്ചിരിക്കുന്നതിന്റെ ഫോൺ റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇനി ഈ അവർ ഹോസ്പിറ്റലുകൾക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിനുശേഷം അങ്ങനെ ഡോക്ടർമാരെ നിന്ന് മൊഴിയെടുക്കുക, അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഇവരുമായി സംസാരിച്ചിരിക്കും പറയുന്ന ഓഡിയോയുടെ അതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതും വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.